വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ ആകുന്നുവെന്നും വചനം പ്രമാണിക്കാത്തവരെ വിശുദ്ധ നഗരത്തിൽ നിന്ന് നീക്കിക്കളയും എന്നും വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. വെളിപ്പാട് 22:7-19 വാക്യങ്ങൾ. പൗലോസ് പറയുന്നത്, ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. വെളിപ്പാട് 20:11 മുതൽ 15 വാക്യങ്ങളിൽ ന്യായവിധിയെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. മനുഷ്യജീവിതത്തിൽ നിശ്ചയമുള്ള 2 സംഗതികളാണ് നിത്യജീവനും നിത്യമരണവും. നിശ്ചയമില്ലാത്ത പലതിനു വേണ്ടിയും തിരക്കിട്ട് ഓടുന്ന നാം നിശ്ചയമുള്ള ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ഒരുക്കുന്നില്ല എന്നതാണ് വാസ്തവം. വിശ്വാസികൾ എന്ന നിലയിൽ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന് സമാധാനം ബോധിപ്പിക്കുവാൻ എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. അന്ന് നന്മ ചെയ്തവരെ ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിലേക്കും തിന്മ ചെയ്തവരെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്കും അയക്കും. മത്തായി 25:34-41 വാക്യങ്ങൾ. അതായത് നിത്യജീവനും നിത്യമരണവും ഉണ്ട് എന്നത് നിശ്ചയമായ 2 സംഗതികളാണ്. മുൻപ് പാപമെന്ന് ചിന്തിച്ചിരുന്ന പലതും ഇന്ന് പാപമല്ലാതായി തീർന്നിരിക്കുന്നു. പാപത്തെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന ആശയങ്ങളെ വേദപഠിതാക്കൾ പോലും ഇന്ന് മാറ്റിമറിച്ചിരിക്കുന്നു. പാപത്തെ നിർവചിക്കുക അത്ര എളുപ്പമല്ല. വിശുദ്ധ വേദപുസ്തകം പാപത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കാം. ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ പഴം മനുഷ്യനെ നിർബന്ധിച്ച് തിന്നുവാൻ പ്രേരിപ്പിച്ച പാമ്പ് പാപത്തിൻ്റെ ആരംഭം മനുഷ്യനിൽ കുറിക്കുന്നു. ഉൽപ്പത്തി 3-1 മുതലുള്ള വാക്യങ്ങൾ. അതായത് ദൈവകൽപ്പനയുടെ ലംഘനവും അനുസരണക്കേടുമാണ് പാപത്തിൻ്റെ ആരംഭം. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. 1 യോഹന്നാൻ 3:4. അധർമ്മം പ്രവർത്തിക്കുക എന്നത് നിയമലംഘനമാണ്. നിയമലംഘനം പാപമാണ്. ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത് പാപമാണ്. 1 യോഹന്നാൻ 5:10. ദൈവത്തോടുള്ള മത്സരം പാപമാണ്. യെശയ്യാ 1:2. ദൈവഹിതത്തിന് വ്യതിചലിച്ച് സ്വയത്തിനനുസരിച്ച് നടക്കുന്നത് പാപമാണ്. യെശയ്യാ 53:6. ഏത് അനീതിയും പാപമാണ്. 1 യോഹന്നാൻ 5:17. പാപത്തെക്കുറിച്ച് വേദപുസ്തകം നൽകിയിരിക്കുന്ന ഈ നിർവചനങ്ങൾ നമ്മുടെ ജീവിത പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി നാം പാപത്തിലാണോ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നിയമലംഘനമോ അനീതി പ്രവൃത്തികളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അവിശ്വസിക്കുകയോ ദൈവ ഇഷ്ടം വ്യതിചരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം പാപികളായി തീർന്നു എന്നതിന് സംശയം ഇല്ല. പ്രാർത്ഥനാക്രമത്തിൽ നിന്നും ഉരുവിടുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അതായത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്താത്ത കാര്യങ്ങൾ ചെയ്യുന്നതും പാപമാണ്. നാം ചെയ്യേണ്ടതായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തെങ്കിലും
ചെയ്യാതിരുന്നിട്ടുണ്ടോ? എങ്കിൽ നാം കർത്താവിൻ്റെ ദൃഷ്ടിയിൽ പാപികളാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. തൻ്റെ പാപ അവസ്ഥയെ ഓർത്ത് നിലവിളിച്ചുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. റോമർ 7:24. ഗുഡ് ന്യൂസ് ബൈബിളിൽ അരിഷ്ട മനുഷ്യൻ എന്നതിന് അൺഹാപ്പി മാൻ എന്ന പറഞ്ഞിരിക്കുന്നത്. പാപം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം ഇല്ലാതാക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകയാൽ പൗലോസ് ചോദിക്കുന്നത്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പൗലോസിൻ്റെ ഈ ചോദ്യത്തിൻ്റെ മറുപടി റോമർ 8:1 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. റോമർ 8 2 വിധ സ്വഭാവമുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്. ജഡസ്വഭാവമുള്ളവരും ആത്മസ്വഭാവമുള്ളവരും. ജഡത്തിന് ചിന്ത മരണവും ദൈവത്തോടുള്ള ശത്രുത്വവുമാകുന്നു. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാകുന്നു. 8-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ജഡസ്വഭാവത്തിൽ നിന്ന് ആത്മസ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്നത് യേശു ക്രിസ്തുവാണ്. യോഹന്നാൻ 8:36 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് പറയുന്നു. പാപബന്ധനത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് യേശുവാണ്. ഈ സ്വാതന്ത്ര്യം നൽകുന്നതിനാണ് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായത്. ക്രൂശിൻ്റെ ചുവട്ടിൽ പാപഭാരത്തെ ഇറക്കി വയ്ക്കുന്ന ആർക്കും പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച് ആത്മസ്വഭാവമുള്ളവരായി തീരുവാൻ സാധിക്കും. അതുകൊണ്ട് ആത്മസ്വഭാവം പ്രാപിപ്പാനായി ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് കടന്നെല്ലാം, കർത്താവേ ജഡസ്വഭാവത്തെ എന്നിൽ നീക്കി എനിക്ക് ആത്മസ്വഭാവത്തെ നൽകണമേ. ആമേൻ.